PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ വിദ്യാഭ്യാസ നയം മാറ്റേണ്ടി വരില്ലെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. കേന്ദ്ര നിബന്ധനകളിൽ പാഠ്യപദ്ധതി നിർബന്ധമില്ല. PM ശ്രീ ബോർഡിൽ മാത്രമേ നിബന്ധനകൾ പാലിക്കേണ്ടതുള്ളൂ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. വിഷയത്തിൽ സർക്കാരാണ് അന്തിമ തീരുമാനമെടുക്കുക. വിജിൻ മായാന്തോട് അതിന്റെ വിശദാംശങ്ങൾ നൽകും. വിജിൻ, ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഇക്കാര്യത്തിൽ ഒരു പഠനം നടത്താൻ ഗവൺമെന്റ് തന്നെ ആവശ്യപ്പെട്ടതാണ്. മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ വിജിൻ തന്നെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അനുസരിച്ച് PM ശ്രീയുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്നതിന്റെ ഒരു കൃത്യമായ വ്യക്തമായ രേഖ തന്നെയാണോ ആ റിപ്പോർട്ട്? സൈഫുദ്ദീൻ, അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. കാരണം ഇക്കാര്യത്തിൽ PM ശ്രീയുമായി മുന്നോട്ട് പോയാൽ മാത്രമേ കേന്ദ്ര ഫണ്ടുകൾ, കേന്ദ്ര വിഹിതങ്ങൾ, SSKയിൽ ഉൾപ്പെടെയുള്ള വിഹിതങ്ങൾ അത് ലഭ്യമാകൂ എന്ന് കൃത്യമായ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടതും പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ ഉൾപ്പെടെ എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയായി N ശംസുദ്ദീൻ ചുമതലയേറ്റ ശേഷമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. തൽസ്ഥിതി എന്താണ് എന്നുള്ള റിപ്പോർട്ട് വേണം എന്നുള്ളതാണ്. സാമ്പത്തികമായി ഏതൊക്കെ തരത്തിൽ PM ശ്രീയുമായി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ കേരളത്തിനത് ബാധ്യതയുണ്ടാക്കും. ഒപ്പം തന്നെ നിലവിൽ സ്റ്റാറ്റസ് ആണ് നിലനിൽക്കുന്നത് എന്നുള്ള ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നത്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിരുന്നത്. അതിലാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പറയുന്ന കൃത്യമായ കാര്യം അത് നയപരമായ വിദ്യാഭ്യാസ നയത്തിൽ മാറ്റം വരുത്തേണ്ടി വരില്ല. സംസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസ നയം തന്നെ മാറ്റാതെ മുമ്പോട്ട് പോകാൻ കഴിയും PM ശ്രീയിൽ എന്നുള്ളതാണ്. മറ്റൊന്ന്, NCERT പാഠ്യപദ്ധതി പഠിപ്പിക്കണം. അതായിരുന്നു ഏറ്റവും വലിയ ആശങ്ക കേരളത്തിനുണ്ടായിരുന്നത്. കാരണം NCERT പാഠ്യപദ്ധതിയിൽ അതിൽ കേന്ദ്രം BJPയുടെ ആശയങ്ങൾ, സംഘപരിവാർ ആശയങ്ങൾ ഉൾപ്പെടെ കുത്തിനിറക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ ചരിത്ര ഭാഗങ്ങൾ പലതും മാറ്റി എഴുതുന്നു, അത് ഒഴിവാക്കുന്നു എന്നുള്ള അത്തരം വിമർശനങ്ങളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. കേരളത്തിലെ ഇടത് സർക്കാരിനും ഒപ്പം തന്നെ UDF-നും ഉൾപ്പെടെ അതേ നയം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിനിടയിലാണ് കഴിഞ്ഞ സർക്കാർ PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ ഒപ്പിടാനുള്ള തീരുമാനത്തിലേക്ക് പോയത്. അതിലാണ് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും ഒക്കെ ചെയ്തു. മുന്നണിയിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധം അന്ന് ഉയരുകയും ചെയ്തു. പക്ഷേ അപ്പോഴും അന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നത് PM ശ്രീയുമായി മുന്നോട്ട് പോവുക എന്നാൽ അതിന്റെ നയത്തിൽ ഏതെങ്കിലും വെള്ളം ചേർക്കലല്ല, അവരുടെ നയം പൂർണ്ണമായും അംഗീകരിക്കലല്ല, പക്ഷേ SSK ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് കടന്നത് എന്നുള്ളതാണ്. അതേ പ്രായോഗിക വശം തന്നെയാണ് നിലവിൽ എന്തായാലും ഇപ്പോൾ ഈ സർക്കാരും സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ള സൂചന നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നൽകിയതാണ്. പ്രായോഗികത കൂടി പരിഗണിക്കേണ്ടി വരും, ഫെഡറൽ തത്വങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു നീക്കം ഉണ്ടാകേണ്ടി വരും എന്നുള്ളതാണ്. അതിൽ ഈ സർക്കാരിന് ന്യായീകരിക്കാൻ ഒരുപാട് ഭാഗങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ സർക്കാർ ഓൾറെഡി ഒപ്പിട്ട് കഴിഞ്ഞ ഒരു പദ്ധതിയാണ് PM ശ്രീ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു പിന്മാറ്റം അത് പെട്ടെന്ന് നടക്കുന്നതല്ല. ഇപ്പോൾ നിലവിൽ മരവിപ്പിച്ചു എന്ന് മാത്രമാണുള്ളത്. അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് പ്രകാരം ഇക്കാര്യത്തിൽ NCERT പാഠ്യപദ്ധതി പഠിപ്പിക്കേണ്ടി വരില്ല, SCERT പാഠ്യപദ്ധതി തന്നെ പഠിപ്പിച്ചാൽ മതിയാകും. ഒപ്പം തന്നെ വിദ്യാഭ്യാസ നയത്തിൽ മാറ്റം വരുത്തേണ്ടി വരില്ല. അതിനൊപ്പം ഇതിൽ നിബന്ധന എന്ന് പറയുന്നത്, കേന്ദ്ര നിബന്ധന എന്ന് പറയുന്നത് PM ശ്രീ എന്നുള്ള ബോർഡ്, അത് പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ച ബോർഡ് സ്ഥാപിക്കണം. അതായത് സംസ്ഥാന സർക്കാർ കൂടി ചെലവഴിച്ച് നടത്തുന്ന പദ്ധതിയിൽ അതിൽ PM ശ്രീ എന്ന ബോർഡിനൊപ്പം പ്രധാനമന്ത്രിയുടെ ബോർഡ് സ്ഥാപിക്കേണ്ടി വരും എന്നുള്ളതാണ്. ആ നിബന്ധന ആണ് നിലവിലുള്ളത്. മറ്റ് നിബന്ധനകളെല്ലാം മറികടക്കാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് റിപ്പോർട്ട്. ഏതെങ്കിലും തരത്തിൽ ഈ റിപ്പോർട്ടിൽ PM ശ്രീയുമായി മുന്നോട്ട് പോകണമെന്നോ പിന്തിരിയണമെന്നോ ഒന്നും പറയുന്നില്ല. നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണ്, ഇതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ഒരു റിപ്പോർട്ട് മാത്രമാണ്. ആ റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഇത്തരം പരാമർശങ്ങളുള്ളത്. അതിൽ തീരുമാനമെടുക്കേണ്ടത് UDF സർക്കാരാണ്, മന്ത്രിസഭയാണ്, നയപരമായ കാര്യമാണ്. നേരത്തെ ലീഗ് ഉൾപ്പെടെ അതിശക്തമായി എതിർത്തതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടെ നടപ്പിലാക്കും, അതുകൊണ്ട് PM ശ്രീയുമായി മുന്നോട്ട് പോകരുത് എന്ന്. അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്, വിദ്യാഭ്യാസ മേഖലയിൽ ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നുള്ള വാദങ്ങളായിരുന്നു. ഇന്നിപ്പോൾ അതിൽ നിലവിലിപ്പോൾ ഇന്ന് ഭരണപക്ഷത്തുള്ള UDF-ന്റെ അടക്കം വലിയ പ്രതിഷേധങ്ങളെ തുടർന്ന് പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് ഇത് മരവിപ്പിച്ചതാണല്ലോ. ഈ മരവിപ്പിച്ചത് റീഓപ്പൺ ചെയ്യുന്ന ഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങളിൽ ഈ സർക്കാർ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും? അത് ഈ മോദിയുടെ പടമുള്ള ഒരു ബോർഡ് വെക്കുന്നതിൽ മാത്രമേ വിട്ടുവീഴ്ച ചെയ്യേണ്ടതുള്ളതോ പുസ്തകങ്ങളുടെ കാര്യത്തിലൊന്നും മറ്റു റീതിങ്ങിന് പുതിയ പുസ്തകങ്ങൾ ഇറക്കേണ്ടി വരില്ല എന്ന കാര്യത്തിൽ ഈ റിപ്പോർട്ടിനപ്പുറത്തേക്ക് നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണോ?
സൈഫുദ്ദീൻ നിലവിൽ ഇപ്പോൾ ഈ PM ശ്രീ ബോർഡ് വെക്കുക എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള ബോർഡ് വെക്കുക, അതിന്റെ പണം കൈപ്പറ്റുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ PM ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് പോയാൽ നിലവിൽ ഇപ്പോൾ ഫ്രീസ് ചെയ്യാൻ നൽകിയിരിക്കുന്ന കത്ത് അത് പിൻവലിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, അത്തരമൊരു കേന്ദ്ര സർക്കാരുമായി അങ്ങനെ ഒരു ആശയവിനിമയം നടത്തി അതിനൊരു കത്ത് നൽകി കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിന് പല സമയങ്ങളിൽ ഏത് ഘട്ടത്തിലാണോ അതിൽ മാറ്റം വരുത്തേണ്ടത് അങ്ങനെ മാറ്റം വരുത്താൻ കഴിയും. NCERT പാഠപുസ്തകം നിർബന്ധമാക്കണം എന്ന തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടാൽ അത് സംസ്ഥാനത്തിന് നിർബന്ധമാക്കേണ്ടി വരും. അതിൽ നിന്ന് പിന്നീട് പിന്തിരിയാൻ കഴിയില്ല. അതാണ് ഒരു ആശങ്കയായി നിലവിൽ നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഈ ബോർഡ് വെക്കുന്നതുമായി ബന്ധപ്പെട്ടല്ല. അതിൽ ബോർഡ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ആശങ്ക എന്ന് പറയുന്നത് അത് നമ്മൾ കൂടി പണം ചെലവഴിക്കുന്നു, പിന്നെന്തിന് പ്രധാനമന്ത്രിയുടെ ബോർഡ് എന്നുള്ളതായിരുന്നു ആ ചോദ്യം. പക്ഷേ അതിനപ്പുറം വിദ്യാഭ്യാസ നയത്തിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ടി വരും. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ നയം കേന്ദ്ര സിലബസിൽ ഉൾപ്പെടെ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾക്ക് ബദൽ നയം ഉൾപ്പെടെ രൂപീകരിച്ചിട്ടുണ്ട്. നമ്മൾ ബദൽ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ PM ശ്രീയുമായി മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ഏതെങ്കിലും ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ കണിശമായും പറയുകയാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണം, NCERT പാഠപുസ്തകം പഠിപ്പിക്കണം എന്ന് കേന്ദ്രം നിർബന്ധം പിടിച്ചാൽ അതിന്റെ ഭാഗമായി മാറേണ്ടി വരും കേരളത്തിനും എന്നുള്ളതാണ് നിലവിലെ ആശങ്ക. അത് എങ്ങനെ ദൂരീകരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിയും സർക്കാരും ഒക്കെ പറയുന്നത് ഇക്കാര്യത്തിൽ സമയമെടുത്തുള്ള ഒരു വിദഗ്ധരുമായുള്ള ആലോചന ഉൾപ്പെടെ വേണ്ടിവരും. കാരണം ഒറ്റയടിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ദൂരവ്യാപകമായി എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ള കൃത്യമായ ഒരു നിരീക്ഷണം ഉണ്ടാകേണ്ടതുണ്ട്.